ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരെണ്ണം കൂടെ നമ്മൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രിയുടെ നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ആ ബാലൻസ് ഷീറ്റിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻവെൻട്രി പ്രോഡക്റ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അത് എത്ര ക്വാണ്ടിറ്റി, നമ്പർ, അതിൻ്റെ വാല്യൂയും തന്നിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. 25 നമ്പർ 2000. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യണം. കമ്പനിയുടെ പേര് ശ്രീദേവി ട്രേഡേഴ്സ് എന്നാണ്. സോ നമ്മൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു, ശ്രീദേവി ട്രേഡേഴ്സ്. ദെൻ സേവ് ചെയ്യുന്നു, ഗേറ്റ് ബി ഓഫ് ടാലി വരുന്നു. അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ചെയ്യുമ്പം നമുക്ക് പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും മാറ്റണ്ട. ടാലി ERP9 ഗേറ്റ് ബി ഓഫ് ടാലിയിൽ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗേറ്റ് ബി ഓഫ് ടാലിയിൽ കിട്ടുന്നത് മാസ്റ്റേഴ്സ് എന്നുള്ള ഹെഡിൽ അക്കൗണ്ട്സ് ഇൻഫോയും ഇൻവെൻട്രി ഇൻഫോയും ഉണ്ടാവും. അക്കൗണ്ട്സ് ഇൻഫോ ആൻഡ് ഇൻവെൻട്രി ഇൻഫോയിൽ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസും എൻ്റർ ചെയ്തു പോകും. എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ട്രയൽ ബാലൻസ് ആണെങ്കിൽ നമ്മളത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ, റിസർവ്, ക്രെഡിറ്റേഴ്സ്, 2 പേരുടെ പേര് തന്നിട്ടുണ്ട്, ജെയ്ക്ക് ആൻഡ് ജോസ്. അസറ്റ് സൈഡിൽ ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്, അതേപോലെ തന്നെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ എന്ത് ഐറ്റമാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂ മീൻസ് ടോട്ടൽ എമൗണ്ട് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ക്യാപിറ്റൽ 25,000, റിസർവ് 10,000, അത് രണ്ടും നമുക്ക് ചെയ്യാം. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 25,000 ആണ്. എമൗണ്ട് 25,000 കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ദെൻ അടുത്തത് റിസർവ് ആണ്. റിസർവ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മളത് എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഒരു ഹെഡുണ്ട്. ഓക്കെ, റിസർവ് ആൻഡ് സർപ്ലസ് കൊടുക്കുന്നു. നമുക്ക് റിസർവിൻ്റെ എമൗണ്ട് നോക്കാം, 10,000 ആണ്. ആ 10,000 നമുക്ക് റെക്കോർഡ് ചെയ്യാം, 10,000. ഓക്കെ, സേവ് ചെയ്തു. ഇനി അടുത്ത 2 പാർട്ടികളുണ്ട്, ജെയ്ക്ക് ആൻഡ് ജോസ്. ജെയ്ക്ക് അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണ്. സൺട്രി ക്രെഡിറ്റർ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് ഏസ് തന്നെയാണ്, കാരണം നമുക്ക് പഴയ ബാലൻസ് ഒക്കെയാണ് ഈ ബാലൻസ് ഷീറ്റിൽ തരുന്നത്. അപ്പോൾ ആ ജെയ്ക്കിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ജെയ്ക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,000 ആണ്. ഓക്കെ, ജെയ്ക്കിൻ്റെ എമൗണ്ട് 2,000 കൊടുക്കുന്നു. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു വരും, ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 31 മാർച്ച് എന്ന് പറയുന്ന വാല്യൂ വരും. ഓൾഡ് ബാലൻസ് OB എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ വാല്യൂ ഒക്കെ ഉണ്ടാവും. എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നു. അടുത്തത് ജോസ് എന്ന് പറയുന്ന ആളാണ്. സെയിം സൺട്രി ക്രെഡിറ്റർ തന്നെയാണ്. നേരെ എൻ്റർ ചെയ്ത് വരുന്നു. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 5,000 ആണ്. അപ്പോൾ നമ്മൾ 5,000 കൊടുക്കുന്നു, എൻ്റർ. അവിടെയും ഓൾഡ് ബാലൻസ് എന്നുള്ളത് കൊടുക്കുന്നു, എൻ്റർ. അപ്പോൾ നോക്കിയേ, ലയബിലിറ്റി സൈഡ് 42,000 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അസറ്റ് സൈഡ് ചെയ്യണം. അപ്പോൾ ലയബിലിറ്റി സൈഡ് 42,000. ഇനി അസറ്റ് സൈഡിൽ ഫർണിച്ചർ 20,000, എക്യുപ്മെൻറ്റ് 7,000. അപ്പോൾ ഈ രണ്ടും ഫിക്സഡ് അസറ്റാണ്. നമുക്ക് ആദ്യം ആ 20,000ഉം 7,000ഉം നമുക്ക് കൊടുക്കാം. ഫർണിച്ചർ അണ്ടർ ഫിക്സഡ് അസറ്റ് F കൊടുക്കുന്നു. അപ്പോൾ ഫിക്സഡ് അസറ്റ് വരും. എമൗണ്ട് 20,000 വാല്യൂ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി അടുത്ത് എന്താണ്, എക്യുപ്മെൻ്റ് ആണ്. എക്യുപ്മെൻറ്റ് ഫിക്സഡ് അസറ്റ് തന്നെ. ഓപ്പണിംഗ് ബാലൻസ് 7,000 ആണ്. 7,000 കൊടുക്കുന്നു, എൻ്റർ. ഇനി നമുക്ക് 15,000ൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ 15,000 എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓൾറെഡി നമുക്കിവിടെ ഇൻവെൻട്രി വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ബാക്കിയുള്ള ഐറ്റം, അതായത് 5,000, 2,000, 3,000 ആൻഡ് 5,000. അപ്പം 27 പ്ലസ് 15,000 എന്ന് പറയുന്നതാണ് ഈ 42,000 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു 5,000 തന്നിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കുറച്ച് പ്രോഡക്റ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. കാരണം സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ 3 ഐറ്റം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ 5000 കൂടെ ഞാൻ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പോവാണ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിലേക്ക്. 7000, 3000 ആൻഡ് 5000 എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് 15000 എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഒരു വാല്യൂ കൊടുക്കാൻ പോവാണ്. നോക്കൂ, അപ്പോൾ ഇങ്ങനെ ഇൻവെൻട്രി ഡീറ്റെയിൽസും കൂടെ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് തന്നെയാണ്. സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്കിംഗ് ഹാൻഡ് തന്നെയാണ്. 15000 ഞാൻ കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ വാല്യൂ മാറൂല. കാരണം നമുക്കിതിലൊരു ഫീച്ചറുണ്ട്. ആ ഫീച്ചറിൻ്റെ കാര്യം നമുക്കൊന്നിപ്പം ഡീറ്റെയിൽ കാണിക്കാം. ഇപ്പം ഈ 15000 ഞാൻ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇവിടെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഇവിടെ F11 ഫീച്ചേഴ്സിൽ പോയി ഇവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി കഴിഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി. ഇത് നോ കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 42,000 കാണാം. വീണ്ടും ഞാൻ ഫീച്ചേഴ്സിലേക്ക് പോകുന്നു. ഇവിടെ ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി യെസ് ആക്കി കഴിഞ്ഞാൽ, കാരണം ഇൻവെൻട്രി വാല്യൂസിനെ അക്കൗണ്ട്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ 15000 ഇൻവെൻട്രി വാല്യൂസ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ഇത് ടാലി ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. അപ്പം സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഞാൻ 15000 കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗേറ്റ് ബി ഓഫ് ടാലിയിലേക്ക് വരുന്നു. നമുക്കവിടെ തന്നിരിക്കുന്ന പ്രോഡക്റ്റുകൾ, സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പ്രോഡക്റ്റുകൾ നോക്കിക്കേ. കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ട് 25 എണ്ണം, വിവൽ സോപ്പ് 15 നമ്പറുണ്ട്, പിയേഴ്സ് ഓഫ് 15 നമ്പറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാം. നമ്പറാണ്, നമ്പേഴ്സിലാണ് ഇതിൻ്റെ യൂണിറ്റ് മെഷർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി പ്രോഡക്ട്സുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. അല്ലെങ്കിൽ ഒരു കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ്, സോപ്പ് എന്നുള്ള കാറ്റഗറിയൊക്കെയാണ്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ പ്രോഡക്റ്റിൻ്റെ പേര് കൊടുത്തുകൊണ്ട് ഞാൻ ചെയ്യുവാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നോക്കൂ, അപ്പോൾ ഞാൻ ഗേറ്റ് ബി ഓഫ് ടാലിയിൽ വന്നു, ഇൻവെൻട്രി ഇൻഫോ എടുക്കുന്നു, നേരെ യൂണിറ്റ് ഓഫ് മെഷേഴ്സിലേക്ക് വരുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. അവിടെ ഞാൻ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, NOS എന്ന് ഞാൻ കൊടുത്തു. അവിടെ നമ്പേഴ്സാണ്, നമ്പേഴ്സ് സേവ് ചെയ്തു. അപ്പോൾ ഒരു യൂണിറ്റ് ക്രിയേറ്റായി. ഞാൻ അത് കഴിഞ്ഞാൽ നേരെ സ്റ്റോക്ക് ഐറ്റത്തിലേക്ക് വരുന്നു, ക്രിയേറ്റ് സിംഗിൾ സ്റ്റോക്ക് ഐറ്റം. കോൾഗേറ്റ് എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റ് അല്ലേ, ടൂത്ത് പേസ്റ്റ് കൊടുത്തു. അണ്ടർ പ്രൈമറി യൂണിറ്റ്സ് നമ്പറാണ്, എൻ്റർ ചെയ്യുന്നു. ക്വാണ്ടിറ്റിയുടെ അവിടെ നമ്മൾ വാല്യൂ കൊടുക്കാൻ പോകുന്നു. ക്വാണ്ടിറ്റി 25 നമ്പറാണ്. പക്ഷേ റേറ്റ് തന്നിട്ടില്ല, പക്ഷേ വാല്യൂ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു 7000 കൊടുക്കുന്നു. എൻ്റർ ചെയ്യുമ്പോൾ എന്തായി, 280 പെർ നമ്പർ എന്നുള്ള രീതി വരുന്നു. 25 ബോക്സ് ആയിരിക്കാം, 25 നമ്പർ ആയിരിക്കും, എന്തും ആയിക്കൊള്ളട്ടെ. ഞാൻ ഈ ഒരു വാല്യൂ കൊടുക്കുന്നു. നോക്കി, 7000 കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ 5000 എന്നുണ്ട്, 2000 ഉണ്ട്. ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്തങ്ങ് കൊടുത്തതേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആകത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് 25 നമ്പർ, റേറ്റ് തന്നിട്ടില്ല. ഞാൻ 7000 കൊടുത്തപ്പം 280 എന്നുള്ള രീതിയിൽ വന്നു. ഇനി അടുത്ത വിവൽ സോപ്പാണ് എനിക്ക് ചെയ്യാനുള്ളത്. 7000 കൊടുത്തു, സേവ് ചെയ്തു. അടുത്ത വിവൽ സോപ്പാണ്. വിവൽ സോപ്പ് കൊടുത്തു, യൂണിറ്റ് നമ്പറാണ്. നേരെ ക്വാണ്ടിറ്റിയുടെ അടുക്ക വന്നു, 15 നമ്പർ കൊടുത്തു. റേറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ വാല്യൂൻ്റെ അവിടെ വന്നിട്ട് 3000 കൊടുത്തു. അപ്പോൾ എന്ത് വാല്യൂ വന്നു, 2000 എന്നുള്ള വാല്യൂ വന്നു. ഓക്കെ, അടുത്ത് പിയേഴ്സ് സോപ്പാണ്. പിയേഴ്സ് സോപ്പ് എന്ന് കൊടുത്തു, യൂണിറ്റ് നമ്പറാണ്, എൻ്റർ ചെയ്തു. അതും 15 നമ്പർ, അതും ഒരു 15 നമ്പറാണ്, 5000 റുപ്പീസാണ്. അപ്പോൾ 15 നമ്പർ കൊടുത്തു. റേറ്റിൻ്റെ അവിടെ, വാല്യൂൻ്റെ അവിടെ വന്നു 5000. നോക്കിയേ, 333.33 എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഗേറ്റ് ബി ഓഫ് ടാലിയിലേക്ക് വരുന്നു. ഗേറ്റ് ബി ഓഫ് ടാലിയിൽ സ്റ്റോക്ക് സമ്മറി കണ്ടോ, വാല്യൂ 15000 എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇൻവെൻട്രി അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയി ലെഡ്ജർ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും 42,000 ക്ലിയറായി. ഇതാണ് ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ട്രാൻസാക്ഷനിലേക്ക് പോകുന്നത്. ആദ്യത്തെ ഈ പോർഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജർ ക്രിയേറ്റ്, അതിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു. സ്റ്റോക്ക് അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് 15000 കൊടുത്തു. അതിനുശേഷം ഞാൻ നേരെ ഗേറ്റ് വേ ഓഫ് ടാലി വന്നു, ഇൻവെൻട്രി ഇൻഫോയിലേക്ക് വന്നു. ഇൻവെൻട്രി ഇൻഫോയിൽ യൂണിറ്റ് ഓഫ് മെഷർ കൊടുത്തു, അവിടെ നമ്പേഴ്സ് എന്നുള്ള ക്രിയേറ്റ് ചെയ്തു. ദെൻ സ്റ്റോക്ക് ഐറ്റത്തിൽ നിന്ന് നമ്മൾ ഈ ഐറ്റം എല്ലാം ക്രിയേറ്റ് ചെയ്തു.
ഇനിയാണ് അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കുറേ ആളുകൾ ചോദിച്ചു, നമുക്ക് F5, F4, F6 ഒക്കെ ചെയ്യുമ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഡബിൾ എൻട്രി മോഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് F12 കോൺഫിഗർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ കോൺഫിഗറിൻ്റെ അകത്ത് യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ് റെസിപ്റ്റ് കോൺട്ര, ഇത് ഏസ് ആണെങ്കിലാണ് ഈ ഒരു ഫോർമാറ്റിൽ കാണുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ടാലി എടുക്കുകയാണെങ്കിൽ ഈ വൗച്ചറുകളെല്ലാം കോൺട്ര, പേയ്മെൻറ്റ്, റെസിപ്റ്റ് ഇതെല്ലാം സിംഗിൾ എൻട്രി മോഡായിരിക്കും. അപ്പോൾ ഇവിടെ ഇന്ന് F12 പ്രസ് ചെയ്യുന്നു. F12 പ്രസ് ചെയ്തിട്ട് യൂസ് സിംഗിൾ എൻട്രി മോഡ് എന്ന് പറയുന്നത് ഏസ് ആയിരിക്കും, അത് നോ ചെയ്യുക. അത് മാത്രമല്ല ഇവിടെ യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 2 ഡ്യൂറിങ് എൻട്രി, ഇത് നോ ആണെങ്കിൽ ഇതുകൂടെ ഏസ് ആക്കുക. അതിനുശേഷം ഈ സ്ക്രീൻ മുഴുവനായിട്ടും സേവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡബിൾ എൻട്രി മോഡിലേക്ക് സ്ക്രീൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ക്യാഷ് പെയ്ഡ് ടു ജെയ്ക്ക് ആൻഡ് ജോസ് 1000, 2000 റെസ്പെക്റ്റീവ്ലി. പഴയ എമൗണ്ടുകളിൽ നിന്ന് 1000-ഉം ജെയ്ക്കിന് 1000-ഉം ജോസിന് 2000-ഉം പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ക്യാഷിൻ്റെ ബാലൻസ് ഒന്നും തന്നിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് ക്യാഷായിട്ടൊക്കെ കൊടുക്കാം, അങ്ങനെയും നമുക്ക് ചെയ്യാം. സ്റ്റോക്ക് എന്നുള്ളതിൻ്റെ ഇത്രയും നമ്മൾ എടുത്തിട്ട് ഈ 5000 രൂപ ക്യാഷായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് വാല്യൂ വരികയും ചെയ്യും. നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പം നമുക്ക് എൻറ്റർ ചെയ്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് ബാലൻസ് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് F5 പേയ്മെൻറ്റ് കൊടുക്കുന്നു. ജെയ്ക്ക് എൻറ്റർ ചെയ്യുന്നു. ജെയ്ക്കിന് 2000 രൂപ കൊടുക്കാനുള്ളതാണ്, 1000 രൂപ കൊടുക്കുന്നു. അപ്പോൾ എഗനസ്റ്റ് റെഫറൻസ് വരും, കണ്ട ഓൾഡ് ബാലൻസ്. എൻ്റർ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്യും. അത് റെഡിൽ കാണിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ, കാരണം ക്യാഷ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ജെയ്ക്കിന് 1000 കൊടുത്തു, സേവ് ചെയ്തു. അടുത്ത ജോസിന് 2000 രൂപയാണ്. ജോസ് 2000 എഗനസ്റ്റ് റെഫറൻസ് ഓൾഡ് ബാലൻസ് ആണ്, എൻറ്റർ ചെയ്യുന്നു. ക്രെഡിറ്റ് ക്യാഷ്, അതും ഇതേപോലെ നെഗറ്റീവ് ക്യാഷ് കാണിക്കും. ജസ്റ്റ് എൻറ്റർ ചെയ്തങ്ങ് സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് 15 നമ്പർ ഓഫ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് @300 പർച്ചേസ് ഫ്രം ജെയ്ക്ക്, ജെയ്ക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. 10 നമ്പർ ഓഫ് പിയേഴ്സ് പർച്ചേസ്ഡ് ഫ്രം ജോസ് 4200 റുപ്പീസിന് ജോസിൻ്റെ കയ്യിൽ നിന്ന് പിയേഴ്സ് എന്ന് പറയുന്ന സോപ്പും പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ 2 പർച്ചേസാണ്. അപ്പോൾ ആദ്യത്തെ പർച്ചേസ് നമുക്ക് ചെയ്യാം. പർച്ചേസ് ഫ്രം ജെയ്ക്ക്, അപ്പോൾ F9 പർച്ചേസാണ്. അപ്പോൾ ഒരു ഇൻവോയ്സ് ഫോമാറ്റ് കിട്ടും. നമുക്ക് പാർട്ടീസ് നെയിമിലേക്ക് വരാം. ജെയ്ക്ക് ഉണ്ട്, എൻറ്റർ ചെയ്ത് വരുന്നു. പർച്ചേസ് ലെഡ്ജറിൻ്റെ അവിടെ പർച്ചേസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞതെന്നല്ല ഷോർട്ട് കട്ട് കീ ഏതാണ്? Alt C പ്രസ് ചെയ്യുന്നു. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്, ദെൻ എൻറ്റർ ചെയ്യുന്നു. അവിടെ നെയിം ഓഫ് ഐറ്റം വന്നു. ആ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ അവിടെ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് കൊടുത്തു. 15 നമ്പർ, അതിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കണം. നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് 300 രൂപയാണ് 15 എണ്ണത്തിന്. അതായത് 15 എണ്ണത്തിന് ഒരെണ്ണത്തിന് 300 രൂപ വെച്ചിട്ടാണ് അതിൽ പറയുന്നത്. 4500 വരും. സേവ്. അടുത്ത ജോസ് ആണ്. സോ ജോസ് സെലക്ട് ചെയ്യുന്നു, എൻറ്റർ ചെയ്ത് വരുന്നു. പർച്ചേസ് ലെഡ്ജർ അവിടെ ഉണ്ട്. ഇവിടെ പിയേഴ്സ് സോപ്പാണ്. പിയേഴ്സ് സോപ്പ് 10 എണ്ണം 420 രൂപയാണ് വില. അപ്പം ക്വാണ്ടിറ്റിയുടെ അവിടെ 10 കൊടുക്കുന്നു. റേറ്റ് 420. ദെൻ എൻറ്റർ സേവ്. അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ടു എക്സ് ട്രേഡേഴ്സ് 12 നമ്പർ ഓഫ് പിയേഴ്സ് 475, 8 നമ്പർ ഓഫ് വിവൽ @360 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. F8 സെയിലാണ്. സെയിൽസ് എടുക്കുന്നു, എൻറ്റർ ചെയ്ത് വരുന്നു. പാർട്ടീസ് നെയിം എന്ന് പറയുന്നത് എക്സ് ട്രേഡേഴ്സ്. അപ്പോൾ Alt C എക്സ് ട്രേഡേഴ്സ് കൊടുത്തു. സൺട്രി ഡെപ്റ്റർ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ ഏസ് ആണ്. നേരെ അത് യെല്ലോ സ്ക്രീൻ വരും. ഈ യെല്ലോ സ്ക്രീനും ജസ്റ്റ് എൻറ്റർ ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ സെയിൽസ് ലെഡ്ജറിൻ്റെ അവിടെ വരും. അവിടെ Alt C ഉപയോഗിച്ചിട്ട് സെയിൽസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വരും. ഇനി നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കാം. പ്രോഡക്റ്റിൻ്റെ പേര് പിയേഴ്സ് 12 നമ്പർ 475, വിവൽ 8 നമ്പർ 360. നമുക്ക് കൊടുക്കാം പിയേഴ്സ് 12 നമ്പർ പിയേഴ്സ്.
12 നമ്പർ 420. ഇപ്പം വാല്യൂ ഇവിടെ വന്നു, കണ്ടോ? ഇനി എന്താണ് അടുത്തത്? പിയേഴ്സ് സോപ്പ് 12 നമ്പർ 420, അപ്പോൾ 5040 എന്ന് പറഞ്ഞു വന്നു. അടുത്ത വിവൽ 8 നമ്പറാണ്, അതിൻ്റെ വാല്യൂ കൊടുക്കണം. അതിൻ്റെ വാല്യൂ 360 ആണ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വാല്യൂ വന്നു. ദെൻ സേവ് ചെയ്യാം. ആ സെയിലും കഴിഞ്ഞു. ഇനി അടുത്ത സെയിൽസ് എന്ന് പറഞ്ഞാൽ സോൾഡ് ടു വൈറ്റ് ട്രേഡേഴ്സ് 20 നമ്പർ ഓഫ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് @350. അപ്പോൾ വൈറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരാളെ ക്രിയേറ്റ് ചെയ്യാം. സെയിൽസിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പാർട്ടീസ് നെയിമിൻ്റെ അവിടെ ഓൾട്ട് സി വൈറ്റ് ട്രേഡേഴ്സ്, സൺട്രി ഡെപ്റ്റർ, മെയിൻറ്റെയിൻ ബാലൻസ്, ബിൽ ബൈ ബിൽ യെസ് ആണ്. യെല്ലോ സ്ക്രീൻ സേവ് ചെയ്യുന്നു. സെയിൽസ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് കൊടുക്കുന്നു. കോൾഗേറ്റിൻ്റെ അവിടെ 20 നമ്പർ @350, 7000. ഇനി നമുക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം എക്സ് ട്രേഡേഴ്സ് 4000, വൈറ്റ് ട്രേഡേഴ്സിന് 7000 റുപ്പീസ് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 കാര്യങ്ങളും 2 വൗച്ചറായിട്ട് തന്നെ ചെയ്യണം. റെസിപ്റ്റ് അറിയാമല്ലോ, F6 റെസിപ്റ്റിലാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം എക്സ്, അപ്പോൾ റെസിപ്റ്റിലേക്ക് വരുന്നു. എക്സ് ട്രേഡേഴ്സ് സെലക്ട് ചെയ്യുന്നു. എക്സ് ട്രേഡേഴ്സ് 7,920 രൂപ തരാനുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് തരുന്നത് 4000 രൂപയാണ്. നമ്മളിവിടെ 4000 കൊടുക്കുന്നു. അപ്പോൾ എഗനസ്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞുള്ള ഭാഗം വരും. എൻ്റർ എൻ്റർ എൻ്റർ, ഡെബിറ്റ് ക്യാഷ്, സേവ് ചെയ്തു. ഇനി വൈറ്റ് ട്രേഡേഴ്സാണ്. വൈറ്റ് ട്രേഡേഴ്സിൻ്റെ വൈറ്റ് ട്രേഡേഴ്സിന് 7000 രൂപയാണ്. 7000 രൂപ തന്നെ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. എഗനസ്റ്റ് റെഫറൻസ് 7000 രൂപ, ഡെബിറ്റ് ക്യാഷ്. ഇപ്പോൾ 2 റെസിപ്റ്റുമായി. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ വേജസ് പെയ്ഡ് 500, സാലറി പെയ്ഡ് 2750. ഇപ്പോൾ 2 പേയ്മെൻറ്റ് തന്നെ. F5 പേയ്മെൻറ്റ് എടുക്കുന്നു. വേജസ് നമുക്കിവിടെ ലിസ്റ്റിലില്ല, ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ട് സി വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, സേവ് ചെയ്യുന്നു. വേജസ് 500 റുപ്പീസാണ്. 500 ക്രെഡിറ്റ് ക്യാഷ്, യെസ്. അടുത്തത് നമുക്ക് സാലറിയാണ്. സാലറിയും പേയ്മെൻറ്റിൽ തന്നെയാണ്. സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണെങ്കിൽ ഡയറക്റ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണെങ്കിൽ ഇൻഡയറക്റ്റുമാണ്. അപ്പോൾ നമുക്കിവിടെ സാലറി 2750 ആണ്. നമ്മളിവിടെ 2750 കൊടുക്കുന്നു. ക്രെഡിറ്റ് ക്യാഷ്, യെസ്, സേവ് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നു. ഡീറ്റെയിൽഡ് ഓൾട്ട് F1. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് 15000 രൂപയുടെ പ്രോഡക്റ്റ് ഇവിടെ കാണാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് ലോസ് ആണ് 96 റുപ്പീസ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നു. ഓൾട്ട് F1 പ്രസ് ചെയ്യുന്നു. അവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് ആയതുകൊണ്ടാണ്, നെറ്റ് ലോസ് ആയതുകൊണ്ടാണ് ഇവിടെ അസറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ദെൻ ഒരെണ്ണം കൂടെ എഴുതണം. റിപ്പോർട്ടിൽ സ്റ്റോക്ക് സമ്മറി. സ്റ്റോക്ക് സമ്മറിയിൽ വരുമ്പം നമുക്ക് കോൾഗേറ്റ്, പിയേഴ്സ്, വിവൽ സോപ്പ്, ഇത് കണ്ടോ 11934 തന്നെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. കണ്ടോ, ഇവിടുന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സ്റ്റോക്ക് സമ്മറിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ആൻസർ ബുക്കിലേക്ക് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഒരു 5ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ നേരത്തെയുള്ള 4 ക്വസ്റ്റ്യനും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്.